അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പെരിയലും സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മുനവ്വറയിൽ എത്തിയ ശേഷം അവിടെ ജീവിച്ചിരുന്ന ജൂതന്മാർ ഉൾപ്പെടെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ അതിശക്തമായ രൂപത്തിലുള്ള സഹകരണവും രഞ്ജിപ്പും സഹവർത്തിത്വവും ഉണ്ടാക്കാൻ പരിശ്രമിച്ച സംഭവം ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ലോകത്താദ്യമായി എഴുതപ്പെട്ട ഒരു രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മദീന ചാർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇസ്ലാമിക രാജ്യത്തിന്റെ ആദ്യത്തെ ഭരണഘടന എന്നതുപോലെ തന്നെ മനുഷ്യ ചരിത്രത്തിലെ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ഉദാത്തമായ ഉന്നതമായ ഒരു ഭരണഘടനയായിരുന്നു അത്. പ്രവാചകരുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മദീന ചാർട്ടർ പ്രവാചകന്റെ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ബഹുസ്വര സമീപനങ്ങളെ കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒന്നുകൂടിയാണ്. അഥവാ മദീനയിലെ 8 ജൂത ഗോത്രങ്ങൾ മദീനാവാസികളായ പ്രവാചകനിൽ വിശ്വസിച്ച അൻസാറുകൾ, മക്കയിൽ നിന്ന് പ്രവാചകനോടൊപ്പം മദീനയിലേക്ക് എത്തിച്ചേർന്ന മുഹാജിറുകൾ, അതുകൂടാതെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അഗ്നിയെ ആരാധിക്കുന്ന ആളുകള്, ക്രൈസ്തവ മത വിഭാഗം, അങ്ങനെ നിരവധി ഗോത്രങ്ങള്, മതങ്ങള്, വിശ്വാസങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മദീനയിൽ വെച്ചുകൊണ്ട് ആ മദീനാവാസികളായ മൊത്തം ഒരു സമൂഹത്തെ, ആ ജനസമൂഹത്തെ ഒരു ഉമ്മത്തായി, ഒരു നാഷണായി പരിഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം അവിടെ പടുത്തുയർത്തി അതിനൊരു ഭരണഘടന ഉണ്ടാക്കി എന്നുള്ളതാണ് ലോക ചരിത്രത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യത്യസ്തനാക്കുന്ന ഒരു നയതന്ത്രജ്ഞൻ എന്ന പേരിൽ വിവിധങ്ങൾ അറിയപ്പെടുന്നത്. അത് വളരെ കൃത്യമായി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഹാദാ കിതാബുൻ മിൻ മുഹമ്മദിൻ നബിയ്യിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ മുഅ്മിനീന വൽ മുസ്ലിമീന മിൻ ഖുറൈശ് വഅഹ്ലി യസ്രിബ വമൻ തബിഅഹും ഫലഹിഖ ബിഹിം ഇന്നഹും ഉമ്മത്തുൻ വാഹിദത്തുൻ മിനൻ നാസ്. മനുഷ്യൻ എന്നതിന്റെ അപ്പുറമായി എല്ലാവരും ഒറ്റ സമുദായമാണ്. വഇന്ന യഹൂദ ബനി ഔഫിൻ ഉമ്മത്തുൻ മഅൽ മുഅ്മിനീന. യഹൂദികളും നസറാക്കളും ഒക്കെ ഒറ്റ സമൂഹമാണ്, ഒറ്റ ജനതയാണ്. ലിൽ യഹൂദി ദീനുഹും. ജൂതർക്ക് അവരുടെ മതമുണ്ട്. വൽ മുസ്ലിമീന ദീനുഹും. മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതമുണ്ട്. വഇന്ന ബൈനഹുമുൻ നസ്റു. എന്നാൽ അവർ പരസ്പരം സഹകരണത്തിൽ വർത്തിക്കേണ്ടവരാണ്. അലാമൻ ഹാറബ അഹ്ല ഹാദിഹി. ഈ രാജ്യത്തോട് ശത്രുത പുലർത്തുന്നവരെ എപ്പോഴും ശത്രുക്കളായി കാണേണ്ടവരാണ്. ഇന്ന ബൈനഹുമുൻ നുസ്. ജനങ്ങൾക്കിടയിൽ സഹവർത്തിത്വം, സ്നേഹം, ഗുണകാംക്ഷ ഉണ്ടാകണം. വൽ ബിർ ദൂനൽ ഇസ്മി. പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാൻ പാടില്ല എന്ന വളരെ കൃത്യമായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാകണം മനുഷ്യജീവൻ എന്ന്, മനുഷ്യജീവിതം എന്ന് അറിയിക്കുന്ന അതിസുന്ദരമായ ഒരു ഭരണഘടന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് സംവിധാനിച്ചു എന്ന കാര്യം നമ്മൾ ഓർക്കണം. മതനിരപേക്ഷതയുടെ ആദ്യ പാഠം ലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമർപ്പിക്കുകയായിരുന്നു. ഇത് ചരിത്രത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അന്ന് അവിടെ കാണിച്ച ഈ മതനിരപേക്ഷ സ്വഭാവത്തെ കുറിച്ച് ധാരാളം എഴുത്തുകള്, ധാരാളം പ്രമേയങ്ങള്, ധാരാളം പ്രസ്താവനകള് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സ്ഥാപിച്ച മദീന സ്റ്റേറ്റ് യഹൂദരെയും ക്രൈസ്തവരെയും മാത്രമല്ല അറേബ്യൻ സമൂഹത്തിലെ എല്ലാവിധ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരുന്നു. അതൊരർത്ഥത്തിൽ ആധുനിക മതനിരപേക്ഷതയുടെ ആശയങ്ങൾ നിഴലിച്ചു നിൽക്കുന്ന ഒന്നാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ കെ ടി
കുഞ്ഞിക്കണ്ണൻ ഒരു തൂലികയിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ധാരാളം ലേഖനങ്ങളൊക്കെ ആ വിഷയത്തിലുണ്ട്. ഇതിവിടെ പറയാനും ഓർക്കാനുമുള്ള കാരണം അഥവാ മതവിഭാഗങ്ങളെ പരസ്പരം അകറ്റാനും ശത്രുക്കളാക്കാനും വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു സാഹചര്യത്തിൽ ഈ കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തണം, ഓർമ്മിക്കുകയും ചിന്തിക്കുകയും വേണം. അണമുറിയാത്ത വിദ്വേഷ പ്രസ്താവനകൾ, പ്രസംഗങ്ങൾ സാമൂഹിക നേതാക്കന്മാരിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും പോലും നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വൃത്തികെട്ട ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. അഥവാ മതനിരപേക്ഷത എന്നുള്ളത് ഏടുകളിലും മാനിഫെസ്റ്റോകളിലും ഉണ്ടാകേണ്ട ഒന്നല്ല, നേരെമറിച്ച് അത് വാക്കുകളിലും പ്രവർത്തികളിലുമാണ് ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യം അതിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ പോകുന്ന സമയത്ത് ഈ മതനിരപേക്ഷ നിലപാട്, ഐക്യത്തിന്റെ, സഹകരണത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സമത്വത്തിന്റെ നിലപാട് നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടതാണ്. ഇന്ത്യ മഹാരാജ്യം ഒരു പരമാധികാര രാഷ്ട്രം ആയി മാറിയതിന്റെ വാർഷിക ദിനമാണ് റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ആ ദിവസം. നമ്മുടെ രാജ്യം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയെങ്കിലും സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1950 ജനുവരി 26-നാണ് അന്ന് സ്വന്തമായി ഒരു ഭരണഘടന നമുക്കുണ്ടാകുന്നത്. ഇന്ത്യയിൽ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ട് മാറുന്നത് അതാണ്. നമുക്കതിനെ കുറിച്ച് അറിയാം. ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യൻ ഭരണഘടന വെറും ഒരു നിയമപുസ്തകമായിട്ടല്ല, നേരെ മറിച്ച് അത് സാമൂഹികമായ സമത്വം സ്ഥാപിക്കുന്ന, അതേപോലെ തന്നെ സാമൂഹികമായ നീതി സ്ഥാപിക്കുന്ന, ബഹുസ്വര ജനങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അതിവിശാലമായ ആശയം ഉദ്ഘോഷിക്കുന്ന ഒരു ഭരണഘടനയാണ്. ലോകത്ത് തന്നെ ഏറ്റവും സുന്ദരമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന. ആ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. അഥവാ മതങ്ങൾ പരസ്പരമുള്ള വെറുപ്പല്ല, വിദ്വേഷമല്ല ഉണ്ടാകേണ്ടത്. ജനങ്ങൾ പരസ്പരമുള്ള സ്നേഹവും സഹകരണവും സഹവർത്തിത്വവുമാണ്. വിദ്വേഷ പ്രചരണങ്ങളും അതേപോലെ തന്നെ വിദ്വേഷ പ്രസംഗങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും ഒന്നും തന്നെ ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന അതിമഹത്തായ ആശയമാണ് അത് ഉദ്ഘോഷിക്കുന്നത് എന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മളവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇന്ത്യ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും, എല്ലാ അതിസുന്ദരമായ സീമകളും, വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും ഇന്ത്യ രാജ്യത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിശക്തമായ ചില വെല്ലുവിളികൾ അതിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഭരണഘടന സമത്വം വാഗ്ദാനം ചെയ്യുന്നുവെങ്കിലും ആ സമത്വമല്ല ഇപ്പോൾ പലപ്പോഴും അസമത്വമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ വികസനം, അതിശക്തമായ വികസനം ഉണ്ടെങ്കിലും ആ വികസനത്തിന്റെ നേട്ടങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും ഒരുപോലെ എത്തുന്നില്ല എന്നുള്ളതും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഗൗരവമേറിയ മറ്റൊരു വിഷയം ജനാധിപത്യത്തിന്റെ ആരോഗ്യസ്ഥിതിയാണ്. അഥവാ നമ്മുടെ ഭരണഘടന ഉദ്ഘോഷിക്കുന്ന ജനാധിപത്യം അത് പലപ്പോഴും പണാധിപത്യത്തിലേക്കും വർഗീയാധിപത്യത്തിലേക്കും പോകുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ ആശങ്കയോടുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. അതുപോലെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും വളരെ ആശങ്കയോടുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. ഈ ഘട്ടത്തിലൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ലോകത്തിന്റെ തന്നെ നേതാവ് വിശേഷിപ്പിക്കപ്പെടാവുന്ന നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ചേട്ടമായ, ഹൃദയത്തിന്റെ വികാരമായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ചാർട്ടറിലൂടെ നമ്മെ പഠിപ്പിച്ച അമൂല്യമായ ആശയമാണ്. വെറുപ്പുണ്ടാകാൻ പാടില്ല, വിദ്വേഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. അവൻ ഇന്ന മതക്കാരനായതുകൊണ്ടോ അവൻ ഇന്ന പാർട്ടിക്കാരനായതുകൊണ്ടോ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കണ്ണുകളിലൂടെ അവനെ കാണാൻ പാടില്ല. അങ്ങനെ വരുമ്പോ സ്വസ്ഥമായ സുന്ദരമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും. ഓരോ മനുഷ്യർക്കും ഓരോ ആശയങ്ങൾ ഉണ്ടാകാം, ഓരോ മനുഷ്യർക്കും ഓരോ ആദർശങ്ങൾ ഉണ്ടാകാം, ഓരോ മനുഷ്യർക്കും ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാകാം. അതൊക്കെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും അവന് മുന്നോട്ട് പോകാം. പക്ഷെ അവൻ അതായതിന്റെ പേരിൽ വെറുപ്പുണ്ടാകരുത്, വിദ്വേഷം ഉണ്ടാകരുത് എന്ന
ഔദുല്യമായ ആശയമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അവിടെയാണ് വഅതിഉല്ലാഹ വറസൂലഹു, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ ഭിന്നിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങളുടെ എല്ലാ ഊർജവും നഷ്ടപ്പെടുന്നത് എന്ന വിശുദ്ധ ഖുർആൻ നാം ആലോചിക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിൽ വിദ്വേഷ പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോ അതിന് ഓരം ചേർന്ന് നിൽക്കാതെ സമത്വത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ നാം ശ്രമിക്കണം, നാം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിലുള്ള ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മനസ്സുകൾ അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വക്താക്കൾ ഉന്നയിക്കുന്ന ആശയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാവട്ടെ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. പ്രിയമുള്ളവരെ,